നിലമ്പൂർ മണ്ഡലത്തിൽ വീരോചിതമായി മത്സരിക്കുകയും 19,000-ൽ പരം വോട്ട് വാങ്ങിച്ച് ജാമ്യസംഖ്യ പൊതുഖജനാവിലേക്ക് സംഭാവന ചെയ്യുകയും ചെയ്തു എങ്കിൽ പോലും അമ്പുഖാൻ്റെ വീരസ്യത്തിന് യാതൊരു കുറവുമില്ല. പുള്ളി ഊരിയ വാൾ ഉറയിലിടാൻ തയ്യാറുമല്ല. തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നുള്ളത് ശരിയാണ്. പക്ഷേ പുള്ളിയുടെ ഭാവം കണ്ടാൽ പുള്ളിയാണ് ജയിച്ചതെന്ന് തോന്നും. അല്ലെങ്കിൽ പുള്ളിയുടെ മേന്മ കൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ പാസ്സായത് എന്ന് തോന്നും. അല്ലെങ്കിൽ പുള്ളിയുടെ ഭാവം അതാണ്. ഇദ്ദേഹത്തിന് വലിയ വീരപരിവേഷം നൽകാനായിട്ട് ഇവിടെ ചില മാധ്യമങ്ങളും അത്യാവശ്യം കുറച്ച് UDF നേതാക്കന്മാർ കൂട്ടും. എന്ത് വില കൊടുത്തും അൻവറിനെ UDFിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് മുസ്ലിം ലീഗിലെ ചില നേതാക്കന്മാർക്ക് താല്പര്യമുണ്ട്. കോൺഗ്രസ്സിലും ചില ആളുകൾക്ക് താല്പര്യമുണ്ട്. അവർ ഈ സതീശനിസത്തെ എതിർക്കുന്നവരാണ്. കാരണം ഇദ്ദേഹത്തെ ഏതെങ്കിലും വഴിക്ക് UDFിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പണ്ട് KM മാണി PC ജോർജിന് കേരള കോൺഗ്രസ്സിൽ ഇടം കൊടുത്ത പോലെ എക്കാലത്തേക്കും സതീശന് ഒരു വലിയ തലവേദനയായിരിക്കും അൻവർ എന്നുള്ളതാണ് ഇവരുടെ സന്തോഷത്തിൻ്റെ കാരണം. സതീശനെ ഇടക്കൊന്ന് തടഞ്ഞു നിർത്താനും അല്ലെങ്കിൽ ആനയ്ക്ക് തോട്ടി എന്ന പോലെ അൻവറിനെ ഉപയോഗിക്കാനും ഇവർ ആഗ്രഹിക്കുന്നു. അത് എന്തുമാത്രം നടപ്പാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അൻവർ ഏതായാലും നിർത്താൻ ഭാവമില്ല. ആ സ്വരാജിനെ തോൽപ്പിച്ചത് പുള്ളിയാണ്, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിച്ചത് ഇദ്ദേഹമാണ് എന്നാണ് പുള്ളിയുടെ ഭാവം. അദ്ദേഹത്തിന് കൂട്ടായിട്ട് പിന്തുണയുമായിട്ട് അൻവറിൻ്റെ വമ്പിച്ച വിജയം, ജനാധിപത്യത്തിൻ്റെ വിജയം എന്ന വായ്ത്താരിയുമായിട്ട് നമ്മുടെ മൗദൂദി ചാനലും അവരുടെ പത്രവും രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. നിലമ്പൂരിൽ ഈ മൗദൂദി പാർട്ടിയുടെ പിന്തുണ ആര്യാടൻ ഷൗക്കത്തിനാണെങ്കിലും ആ പാർട്ടിയിൽപ്പെട്ട ഒറ്റ ആളും, ഒറ്റ ജമാഅത്തെ ഇസ്ലാമിക്കാരനോ ഒറ്റ പോപ്പുലർ ഫ്രണ്ടുകാരനോ അബദ്ധത്തിൽ പോലും ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യുകയില്ല. അവരുടെ വോട്ടും അവരുടെ പിന്തുണയും തീർച്ചയായിട്ടും PV അൻവറിനായിരിക്കും എന്നുള്ളതാണ്. അത് യാഥാർത്ഥ്യമാണ് എന്ന് തെളിയാനായിട്ട് വേറെ യാതൊന്നും വേണ്ട. നിങ്ങൾ ഈ അടുപ്പൂട്ടി ചർച്ച മാത്രം കണ്ടാൽ മതി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽക്ക് ഇവർ സ്വരാജിനെ പരസ്യമായിട്ടും ഷൗക്കത്തിനെ രഹസ്യമായിട്ടും ഭംഗ്യന്തരേണ കുറ്റപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം നടന്ന ദിവസവും അതിന് യാതൊരു മാറ്റവുമില്ല. അവരിപ്പോഴും വീരനായകനായിട്ട് ഉയർത്തി കാണിക്കുന്നത് അൻവറിനെയാണ്. അൻവറിനെ വിളിക്കൂ, UDFിനെ ശക്തിപ്പെടുത്തൂ, LDFിനെ തുരത്തൂ, പിണറായി വിജയനെ വീട്ടിൽ പറഞ്ഞയക്കൂ. ഇതാണ് മൗദൂദികളുടെ പുതിയ മുദ്രാവാക്യം. ഏതായാലും മൗദൂദികളുടെ മാത്രം പിന്തുണ കൊണ്ട് ഇദ്ദേഹത്തിന് എത്ര ദൂരം പോകാൻ കഴിയും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയത് പുള്ളി ഇതുകൊണ്ട് നിർത്താൻ തയ്യാറില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, കുറേ കാശ് പോയി, ആ ജനങ്ങളുടെ ഇടയിൽ മാനം കിട്ടു, ജാമ്യസംഖ്യയും ഖജനാവിലേക്ക് മുതൽ കൂട്ടി. എങ്കിലും അൻവർ അഥവാ അമ്പൂക്ക നിർത്താൻ ഉദ്ദേശമില്ല. പുള്ളി പറയുന്നത് ഇദ്ദേഹത്തെ UDFിൽ എടുക്കുകയാണെങ്കിൽ, അതൊരു ഭയങ്കര എങ്കിലാണ്, എടുക്കുകയാണെങ്കിൽ മലയോര മേഖലയിൽ മുഴുവനും UDFിന് വമ്പിച്ച വിജയം ഉണ്ടാവും. പുള്ളി ആ മണ്ഡലങ്ങളുടെ എണ്ണവും കൂടി പറഞ്ഞു. ഏതാണ്ട് 36 മണ്ഡലം 38 മണ്ഡലമുണ്ട്. അൻവറിന് വലിയ ശക്തിയുള്ളതുണ്ട്. അൻവറിൻ്റെ ശക്തി നിലമ്പൂർ എത്ര ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ഏറനാട്ടിൽ എത്ര ഉണ്ടാവും എന്ന് നമുക്ക് ഊഹിക്കാം. മറ്റ് മണ്ഡലങ്ങളിൽ എന്തുമാത്രം ഉണ്ടാകും എന്ന് ബുദ്ധിയുള്ള ആർക്കും അല്പം ആലോചിച്ചാൽ കണ്ടുപിടിക്കാവുന്നു. പക്ഷേ അൻവർ പറയുന്നത് അൻവറിന് ഭയങ്കര ശക്തിയാണ്. ഈ തവള ശ്വാസം പിടിക്കുന്ന പോലെ, പോക്കാൻ തവള നടു റോട്ടിൽ നിന്ന് ശ്വാസം പിടിച്ച് പാണ്ടി ലോറിയുടെ മുമ്പിൽ പോകുന്ന രംഗം നിങ്ങൾ കണ്ടു. അതുപോലെയാണ് അൻവർ ശ്വാസം പിടിക്കുന്നത്. അൻവർ പറയുന്നു, അഥവാ വെല്ലുവിളിക്കുന്നു. പിണറായി സത്തെ തകർത്തതിന് ശേഷം പുള്ളിക്ക് വിശ്രമമുള്ളൂ. ഇത് കേട്ട് പിണറായി വിജയൻ പൊട്ടിച്ചിരിച്ചിട്ടുണ്ടാവും. പിണറായി വിജയൻ പൊതുവെ ചിരിക്കാൻ പിശുക്കുള്ള ആളാണ്, വൈമുഖ്യമുള്ള ആളാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം കൊണ്ടും അനാരോഗ്യം കൊണ്ടും ആയിരിക്കും പുള്ളി ചിരിക്കുന്ന അധികം പേര് കണ്ടിട്ടില്ല. പക്ഷേ ഈ വെല്ലുവിളി കേട്ട് സഖാവ് പിണറായി വിജയൻ പൊട്ടിച്ചിരിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം പിണറായി സത്തെ ചേർത്ത് തോൽപ്പിക്കാൻ ഇന്നിപ്പോൾ ഈ ലോകത്ത് ഭൂമി മലയാളത്തിൽ ആകെ അൻവർ മാത്രമേ. അൻവർ ധൈര്യപ്പെട്ട് രംഗത്തിറങ്ങാൻ പോവുകയാണ്. അൻവറിൻ്റെ അടുത്ത അങ്കത്തട്ട് എന്ന് പറയുന്നത് മരുമോൻ മത്സരിക്കുന്ന ബേപ്പൂർ മണ്ഡലമാണ്. ബേപ്പൂരിൽ അൻവർ മത്സരിക്കും. അൻവറിൻ്റെ മുമ്പിൽ മുഹമ്മദ് റിയാസ് മുട്ടുമടക്കും. റിയാസിനെ ഗോതയിൽ നിന്ന് ഇദ്ദേഹം എടുത്ത് പുറത്തേക്കിടും. അങ്ങനെ ബേപ്പൂരിൽ ഇദ്ദേഹം കൊടി പറിക്കും. അതിനുശേഷം ഇപ്പോൾ നിലമ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പുള്ളി ഇനി ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടും. ബേപ്പൂർ ഷഹൻഷാ എന്ന പേരിൽ അറിയപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പതാക ബേപ്പൂരിൻ്റെ പൂഴിമണ്ണിൽ പുള്ളി പാറിക്കും. അതിനുശേഷം പിന്നെ ബേപ്പൂർ തൃണമൂലിൻ്റെ ഒരു കോട്ടയായിട്ട് മാറും. പശ്ചിമ ബംഗാളിൽ ഇങ്ങനെയുള്ള സംഭവിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി നിലമ്പൂരിൽ പണ്ട് സംഭവിച്ചത് ഇനി ബേപ്പൂരിൽ സംഭവിക്കും. അതോടെ മരുമോൻ്റെ കട്ടയം പടം പറഞ്ഞു. എനിക്ക് അൻവറിനോട് വലിയ ബഹുമാനമുണ്ട്. പക്ഷേ എന്തിനാണ് ഈ മരുമോൻ്റെ മുമ്പിൽ പോയി പെടുന്നത്? ആന കുത്തിയാലും ചാവും, കാള കുത്തിയാലും ചാവും എന്ന് പണ്ട് ആ CH മുഹമ്മദ് കോയ പരിഹാസമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
ആന കുത്തിയാലും ചാവും, കാള കുത്തിയാലും ചാവുമെങ്കിൽ പിന്നെ ആനയുടെ കുത്തി ചത്തൂടെ? എന്തിന് കാളയുടെ കുത്തുകൊണ്ട് ചാകണം എന്നാണ് CAG ചോദിച്ചത്. അത് തന്നെയാണ് എനിക്ക് അൻവറിനോട് ചോദിക്കാനുള്ളത്. എന്തിന് ബേപ്പൂര് പോയി മത്സരിക്കണം? അവിടുന്ന് കുറച്ചും കൂടി വടക്കോട്ട് പോയാൽ ധർമ്മടം മണ്ഡലം ഉണ്ടല്ലോ, അവിടെ പോയി കാരണഭൂതനെതിരെ മത്സരിച്ചൂടെ? കഴിഞ്ഞ തവണ പിണറായി വിജയനെതിരെ മത്സരിച്ച് ഒരു രഘുനാഥ് എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരൻ, അയാൾ പിന്നെ കോൺഗ്രസ് വിട്ട് BJP ചേരുകയും BJP സ്ഥാനാർത്ഥിയായിട്ട് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു വേക്കൻസി ഉണ്ട്. അദ്ദേഹത്തിന് ധർമ്മടത്ത് പോയി മത്സരിക്കാം. അൻവർ മത്സരിക്കട്ടെ ധർമ്മടത്ത് പിണറായി വിജയനെതിരായിട്ട്. എന്തൊരു മത്സരമായിരിക്കും, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ രോമാഞ്ചം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട അമ്പൂക്ക, ഞാൻ പറഞ്ഞത് പരിഹാസമായിട്ടാണെന്ന് വിചാരിക്കേണ്ട. താങ്കളെപ്പോലെ ഗടാഗടിയനായിട്ടുള്ളൊരു നേതാവ് വെറുതെ ബേപ്പൂരൊക്കെ പോയി ഈ ഞോള ചെക്കന്മാരുടെ അടുത്തൊക്കെ മത്സരിക്കരുത്. വളരെ മോശമല്ലേ? ഒന്നുമില്ലെങ്കിൽ ഒരു ഗാന്ധിയനല്ലേ താങ്കൾ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നിങ്ങളുടെ വീട്ടിൽ വന്ന് കഞ്ഞിയും പയറും അതുപോലെ പപ്പടവും കഴിച്ച് പോയതല്ലേ? ആ ഓർമ്മയെങ്കിലും വേണ്ടേ? അതുകൊണ്ട് മത്സരിക്കുകയാണെങ്കിൽ ബേപ്പൂർ പോയിട്ട് റിയാസിനെതിരെ അല്ല മത്സരിക്കണം, ധർമ്മടത്ത് പോയിട്ട് പിണറായി വിജയനെതിരെ മത്സരിക്കണം. എന്നിട്ട് പിണറായി വിജയനെ തോൽപ്പിക്കണം. എന്നിട്ട് പിണറായി വിസത്തിൻ്റെ കബറടക്കം നടത്തണം. അതാണ് ആണത്തം, അതാണ് ഹീറോയിസം. അതുകൊണ്ട് ബേപ്പൂരല്ല താങ്കൾ നിൽക്കേണ്ടത്, നേരെ പോകേണ്ടത് ധർമ്മടത്തേക്കാണ്. വിജയാശംസകൾ മുൻകൂറായിട്ട് അയക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.